കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഗൃഹ സന്ദർശനങ്ങളിലായിരുന്നു ഇന്ന്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അതായത് വളരെ സജീവമായി ഇനി രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതെ അതെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ പരസ്യ പ്രചരണം ആരംഭിക്കേണ്ട ഘട്ടത്തിലേക്ക് കടക്കുക. ഇന്ന് നാളെയുമായിട്ട് അതിന്റെ പ്ലാൻ ചെയ്യും. ഇതുവരെ സ്ഥാപനങ്ങൾ, വ്യക്തികൾ ഇവരെയൊക്കെ കാണുക എന്ന നിലയിലായിരുന്നു പ്രവർത്തനം. മണ്ഡലം കൺവെൻഷനുകളെല്ലാം പൂർത്തീകരിച്ചോ? ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? നിയോജക മണ്ഡലം കൺവെൻഷനുകളും പഞ്ചായത്ത് തല കൺവെൻഷനുകളും പൂർത്തിയായി. ഇനി താഴെ ബൂത്ത് തലത്തിലുള്ള കൺവെൻഷനുകളും ബാക്കിയുള്ളത്. സംഘടനാ പ്രവർത്തനം എല്ലാം വളരെ ചിട്ടയോടെ നടക്കുന്നുണ്ട്. ദൂരം മുൻപിലാണ്. അതെ അതെ, വളരെ ദൂരം മുന്നിലാണ്. UDF സ്ഥാനാർത്ഥിയും UDF ക്യാമ്പും പറയുന്നത് CAA എന്ന് പറയുന്ന വിഷയം LDF വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തി കാണിക്കുന്നതിൽ ആത്മാർത്ഥതയില്ല, വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ് എന്നാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് ഒളിച്ചു കളിക്കുക. രാജ്യം മുഴുവൻ ആശങ്ക ഉളവാക്കിയ ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് ഇന്നേ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഈ അവസരവാദ നിലപാട് അവരെ തന്നെ ഭയപ്പെടുത്തുന്നു. ഈ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പം നാളെ മുതൽ ഒരു സ്ഥിരമായ ഒരു പ്രചാരണത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. മറ്റൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ സമയം ഉണ്ടാവും. ഇനിയിപ്പോ ആ ഒരു സമയമൊന്നുമില്ല. ഇല്ല, പ്രചരണം നേരത്തെ നടത്തിയതല്ലേ, അതുകൊണ്ട് ശക്തമായ പ്രചരണത്തിലേക്ക് നീങ്ങും. നല്ല ചൂടാണ്, ഇതിനൊക്കെ എങ്ങനെയാ തരണം ചെയ്യുന്നത്? അതെല്ലാം സഹിക്കാൻ വേറെ നിവൃത്തിയില്ല. വലിയ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല വിജയം LDF ഈ മണ്ഡലത്തിലുണ്ടാവും.